Okay, sure. Oh, sorry. Count me out, gentlemen. Are you losing? I lost all my money. No problem. Wolves are the cashier. Gladly give you an IOU. Thank you, sir. No problem. Chips for $500, madam. കടം വാങ്ങി കളിക്കരുത്. മലയാളിയാണോ? അതെ. എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കണം. $500 ചിപ്സ്. ചേച്ചി, എനിക്കൊരു $1000 വേണം. കൊണ്ടുപോയതെല്ലാം കളിച്ചു തീർത്തോ? എന്റെ പണത്തിൽ ബാക്കിയുള്ളത് തന്നാൽ മതി. ചേച്ചി, ഇതിൽ എത്ര ഡോളറാണെന്ന് എഴുതിയിട്ടില്ല. ചേച്ചിയുടെ ബാങ്ക് ബാലൻസ് $9000. എനിക്ക് $500 കൂടി ചിപ്സ് വേണം. നിങ്ങൾ ഇപ്പോൾ തന്നെ $6000 കടക്കാരനാണ്. ബോസ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ എത്ര പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. ഇനിയെങ്കിലും സൂക്ഷിച്ചാ കൊള്ളാം. You got $6,000 in debt here. Do you intend to pay this now? No, tomorrow. You're going to pay this tomorrow? Yeah. Don't you fool around with me, or you'll be sorry. Here you guys. Hi. Lakshmi, are you going home? യെസ് ഡോക്ടർ. Come on, I'll drop you. Come on. I got you. You should have seen the face on him when he turned around and looked at me. Forgive me this time, boss. Forgive me. Nicholas, never forgive. Only God forgives. John, take him to the junkyard. Please stop it. Please stop it. Please stop it. Oh my God. Please stop it. Please stop it, please. Please stop it. Please. Oh my God. Please stop it, please. I say stop it. Please. Oh, please stop it. Oh my God. Please stop it. Please stop it. Please stop it. I say stop it. I say stop it. Please. I say stop it. Oh.
അതിന് നിന്റെ എല്ലാം അടി കൊണ്ട ആവശ്യമില്ല. എന്നെ തല്ലിയാൽ പിന്നെ What the hell's going on here? Come on, let's break this up. What do you think this is? Boss, he has not paid his IOU. Look, Sonny, you better pay up. I don't have the money. I'll work and pay you back. What kind of work? Any work. I'll even work for you. Tell you what, I'll put you to work in this casino. Okay. ഇയാളെയും നിക്കോളസ് വലയിൽ വീഴ്ത്തിയോ? എന്നെ ഇപ്പൊ തല്ലിയില്ലേ, അവൻ ആരാ? നിക്കോളസിന്റെ ഒരു ഗുണ്ടാ തലവനാണ്, പേര് രഘു. ആളൽപ്പം അപകടകാരിയാ, അധികം ഇടപഴകാതിരുന്നാൽ മതി. സീത ഒരു നല്ല ആളെ കണ്ടെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിത് അച്ഛനെ അറിയിക്കാം. പക്ഷേ അതുവരെ നിങ്ങൾ തിടുക്കം കാട്ടരുത്. എനിക്കൊരു തിടുക്കവുമില്ല. ഞാൻ ഫ്ലോറിഡയ്ക്ക് പോവല്ലേ. മാത്രമല്ല, നമ്മൾ മാത്രം തീരുമാനിച്ച പോരല്ലോ, അച്ഛനുമായി ആലോചിച്ച് 4 പേര് അറിഞ്ഞു ചെയ്യുകയാണ് അതിന്റെ ഭംഗി. ഏതായാലും അച്ഛൻ എഴുതണം. ഞാൻ എഴുതാം. ചന്ദ്രനെ കുറിച്ച് ഒരു വിവരമില്ല. അച്ഛനാണെങ്കിൽ എല്ലാ കത്തിലും അവൻ അന്വേഷിച്ച് എഴുതുന്നുണ്ട്. എന്താ ചെയ്യാന്നറിയില്ല. ചേച്ചി, നിങ്ങളുടെ പണം എവിടെയോ കൊണ്ടുപോയി തുലച്ചിട്ടുണ്ടാവും ചേട്ടൻ. അത് തിരിച്ചുണ്ടാക്കുന്ന ഒരാളിവിടെ വരാൻ പോകുന്നില്ല. ഞാൻ പണത്തിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അമേരിക്കയിൽ ഒരാൾ എങ്ങനെ കഴിയുമെന്നോർത്ത് വിഷമിക്കണ്ട, എങ്ങനെ മാറിപ്പോകുമെന്നോർത്ത് വിഷമിച്ചാൽ മതി. നമുക്ക് എങ്ങനെങ്കിലും അവനെ കണ്ടുപിടിക്കാം. ചന്ദ്ര, like to have a drink? ബിയർ. എന്ത് പറ്റി ചന്ദ്ര? ഒന്നുമില്ല. എന്നോട് പറഞ്ഞൂടെ? ഈ വലയത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ ആലോചിക്കുകയാണ്. നിക്കോളസിന്റെ പിടിയിൽ നിന്നും ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ലിൻഡ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാനും ചന്ദ്രനെ പോലെ തന്നെ ചീട്ട് കളിച്ചല്ലെന്ന് മാത്രം. വരവറിയാതെ ചെലവീതു. വീട്, കാറ്, വീട്ടുപകരണങ്ങളെല്ലാം കടത്തിൽ വാങ്ങിച്ചു. ഉള്ള ജോലി പോയി. കടം വീട്ടാനായി ഞാൻ നിക്കോളസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങിച്ചു. ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്യുന്നു. എന്നാ ഇവിടുന്ന് ഒരു വിമോചനം കിട്ടുകയാവോ? ആ, ചന്ദ്രൻ ആരൊക്കെയുണ്ട്? ഞാൻ തനിച്ചാണ്. അപ്പോ നമ്മൾ രണ്ടുപേരും ഒരേ വഞ്ചിയിൽ തന്നെ. We are sailing on the same boat.